ഈമു ലൂഫിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈമു വേഴ്സസ് ലൂഫി തുടങ്ങിയിട്ടാകെ 2 ചാപ്റ്റർ ആയിട്ടുള്ളൂ. പക്ഷെ ആ 2 ചാപ്റ്റർ പോലും വേണ്ടി വന്നില്ല ഈമുവിന് ലൂഫിനെ ഡിഫീറ്റ് ചെയ്യാൻ. ഈ ഫൈറ്റ് തുടങ്ങിയപ്പോൾ പല ആൾക്കാരും ഈമുവിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഗിയർ 5 പോലും അല്ലാത്ത ലൂഫിക്ക് ഈമുവിനെ ഇടിക്കാൻ പറ്റി. ഇത്രയും ഏർലി സ്റ്റേജിൽ ഒരു ഫൈനൽ ബോസായ ഈമുവിനെ ഇത്രയും വീക്കായി കാണിക്കുന്നത് ശരിയല്ല. എന്നിട്ടിപ്പോ എന്തായി? ഗിയർ 5 ലൂഫിനെ ഈമു ഒറ്റ അടിക്കാണ് ഡിഫീറ്റ് ചെയ്തത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ലൂഫി ഏത് വില്ലനെ ഫൈറ്റ് ചെയ്താലും ആദ്യത്തെ റൗണ്ടിൽ ലൂഫി തോൽക്കും. നമ്മൾ കൈഡോയിനെ ലൂഫി ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാം. ലൂഫി കൈഡോയിനെ 1-2 ഇടി ഇടിച്ചു. പക്ഷെ അടുത്ത ചാപ്റ്ററിൽ കൈഡോയിന്റെ ഒറ്റ ഇടിയിൽ ലൂഫി തോറ്റു. പിന്നെയും 2 തവണ തോറ്റിട്ട് 4ാമത്തെ തവണയാണ് ലൂഫി കൈഡോയിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ക്രൊക്കഡോയിലിന്റെ കാര്യം ഏകദേശം സിമിലർ ആണ്. ക്രൊക്കഡോയിലിനെ 2 തവണ ഫൈറ്റ് ചെയ്തിട്ട് 3ാമത്തെ തവണയാണ് ലൂഫി ജയിക്കുന്നത്. ഇൻഫാക്ട് നമ്മൾ ഈ ഫൈറ്റിന്റെ അവസാനത്തെ പാനൽ എടുത്ത് നോക്കുവാണെങ്കിൽ ക്രൊക്കഡോയിലിന്റെയും ലൂഫിന്റെയും ഫൈറ്റ് എങ്ങനെയാണോ അവസാനിച്ചത് അതുപോലെ തന്നെയാണ് ഈമുവിന്റെയും ലൂഫിന്റെയും ഫൈറ്റ് അവസാനിച്ചത്. മാത്രമല്ല ഇത് ലൂഫിക്ക് സീരിയസ്ലി ഒരു തിരിച്ചറിയൽ മൂമെന്റ് ആണ്. കാരണം ലൂഫിക്ക് ഗിയർ 5 കിട്ടിയതിന് ശേഷം ലൂഫിന്റെ ആദ്യത്തെ തോൽവിയാണ് ഇത്. ഇതുവരെ ഉണ്ടായിരുന്ന ലൂഫിന്റെ എല്ലാ ഫൈറ്റിലും ലൂഫി ഗിയർ 5 ലൂഫി ലിറ്ററലി അൺടച്ചബിൾ ആയിരുന്നു. ആർക്കും ഗിയർ 5 ലൂഫിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഈമു ഇവിടെ ഗിയർ 5 ലൂഫിനെയാണ് ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ഫുള്ളി പവേർഡായ ലൂഫി. ലൂഫി ഈ ചാപ്റ്ററിൽ ലിറ്ററലി ഒരു ജീനിയായി മാറുന്നുണ്ട്. എന്നിട്ടും ഈമുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ലോകത്തുള്ള എല്ലാവരും ലൂഫിനെ ജോയ് ബോയ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാപ്റ്ററിൽ ഈമു വന്നിട്ട് നിന്നെ ജോയ് ബോയ് എന്ന് വിളിക്കാൻ കൊള്ളില്ല, കാരണം നീ അത്രയ്ക്ക് വീക്കാണ് എന്ന് പറയുന്നത്. സോ ലൂഫി എന്തായാലും ഇവിടെ വെച്ച് മരിക്കാൻ പോണില്ല. പക്ഷെ ലൂഫി വളരെ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ ട്രെയിൻ ചെയ്യാൻ തുടങ്ങണം. ക്രൊക്കഡോയിലിനെ 3ാമത്തെ തവണയാണ് ലൂഫി ഡിഫീറ്റ് ചെയ്തത്. അതുപോലെ കൈഡോയിനെ 4ാമത്തെ തവണ. സോ ലൂഫിക്ക് ഇനിയും സമയമുണ്ട്. ഈ ആർക്ക് അല്ലെങ്കിൽ അടുത്ത ആർക്ക് ഒരു 2-3 തവണ ഈമുവിനെ ഫൈറ്റ് ചെയ്ത് 5ാമത്തെ റൗണ്ടിലെങ്കിലും ലൂഫി ഈമുവിനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.